നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗുഡ് വിൽ എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗുഡ് വില്ലിൻ്റെ എക്സ്പ്ലനേഷൻ്റെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരുപാട് മെത്തേഡിൽ നമുക്ക് എന്ത് കണ്ടെത്താം, ഗുഡ് വില്ലിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ആദ്യത്തെ മെത്തേഡായിരുന്നു ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The profit for the 5 years of a firm are as follows. ഒരു സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ 5 വർഷങ്ങളെ ലാഭം തന്നിട്ടുണ്ട്. 2013 4 lakh, 2014 3,98,000, 2015 4,50,000, 2016 4,45,000 and 2017 5 lakh. അപ്പോൾ ലാഭം നമുക്ക് തന്നിരിക്കുന്നത് 4 ലക്ഷം, 3,98,000, 4,50,000, 4,45,000, 5 ലക്ഷം എന്നിങ്ങനെയാണ്. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. നമുക്ക് എന്ത് കണ്ടെത്തണം? ഗുഡ് വിൽ കണ്ടെത്തണം. ഓൺ ദ ബേസിസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്. 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 4 ഇയേഴ്സ് ഓഫ് പർച്ചേസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണ്ടെത്തണം? നമുക്ക് ഗുഡ് വിൽ കണ്ടെത്തണം. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ലാഭം എത്രയ്ക്കാണെന്നുള്ള മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓരോ വർഷം കിട്ടിയ ലാഭങ്ങൾ 4 ലക്ഷം, 3,98,000, 4,50,000, 4,45,000, 5 ലക്ഷം. പിന്നെ ഗുഡ് വിൽ കണ്ടെത്തുന്നത് 4 years പർച്ചേസും 5 years ആവറേജ് പ്രോഫിറ്റ്. 4 years പർച്ചേസും 5 വർഷത്തെ, കാരണം നമുക്ക് 5 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 5 years ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ 6 വർഷത്തെ ലാഭമാണ് തരുന്നതെങ്കിൽ 6 years ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ 5 വർഷത്തെ ലാഭം തന്നതുകൊണ്ടാണ് 5 years ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് നോക്കാം, എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. വളരെ സിമ്പിളാണ്. ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താം? ഗുഡ് വിൽ കണ്ടെത്താം. നമ്മളെങ്ങനെയാണ് കുറച്ച് സംഖ്യകളുടെ ആവറേജ് കണ്ടെത്തുന്നത്? കഴിഞ്ഞ വർഷം നിങ്ങൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചതാണ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്ക് തന്ന പ്രോഫിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെ ലാഭമുണ്ട്? 5 വർഷത്തെ ലാഭമാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. നോക്കാം അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ലാഭം എത്രയൊക്കെയാണ്? 4 ലക്ഷം പ്ലസ് 3,98,000 പ്ലസ് 4,50,000 പ്ലസ് 4,45,000 പ്ലസ് 5 ലക്ഷം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 21,93,000 ഡിവൈഡഡ് ബൈ 5. ആ 5 എവിടെ നിന്ന് കിട്ടി? ഇവിടെ എത്ര വർഷത്തെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്? 5 വർഷത്തെ പ്രോഫിറ്റാണ്. അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 21,93,000 ഡിവൈഡഡ് ബൈ 5, 4,38,600. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് 4,38,600 ആണ്. അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്തെടുക്കുക. കറക്റ്റ് ചെയ്തിട്ട് എഴുതുക. 4,38,600 ഇൻറ്റു 4. നമുക്ക് കിട്ടുന്ന ആൻസർ ശരി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 17,54,400. ചെറിയൊരു അവിടെ ഒരു ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് 4,38,600 ആണ്. ഇത് താഴേക്ക് എടുത്ത് ടൈപ്പ് ചെയ്ത സമയത്ത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. 4,38,000 എന്നുള്ളതല്ല ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്. ഗുഡ് വില്ലിൻ്റെ അല്ല, ആവറേജ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 4,38,600 തന്നെയാണ്. ഇപ്പോൾ 4,38,600 ഇൻറ്റു 4 സമം 17,54,400. ഇതാണ് നമ്മുടെ ഗുഡ് വിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ. ഇനിയിപ്പോൾ ഇതിൽ ചെറിയൊരു അധികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ളത്.
പ്രോഫിറ്റിന് പകരം ചിലപ്പോൾ നമുക്ക് എന്ത് തരാം, ലോസ് എന്ന് തരാം. ചില ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തരാൻ സാധ്യതയുള്ളത് പ്രോഫിറ്റിന് പകരം നമുക്ക് എന്ത് തരാം, ലോസ് എന്ന് തരാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തു, ലോസ് ആണെങ്കിൽ ആ ലോസ് മാത്രം എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, മൈനസ് ചെയ്യണം. മറ്റുള്ളതിൽ ഒരു വ്യത്യാസം വരുത്തേണ്ട, നമ്പർ ഓഫ് ഇയേഴ്സിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല, ഈ ഫോർമുലയിലൊന്നും വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക, പ്രോഫിറ്റിന് പകരം ലോസ് തരികയാണെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്തു, ലോസ് ആയതുകൊണ്ട് നമ്മളത് ലെസ് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഈ പ്രോഫിറ്റിന് പകരം ലോസ് വന്നാൽ ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ലോസ് തരാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ പ്രോഫിറ്റ് തന്നെയാണ് എല്ലാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് തരികയാണെങ്കിൽ ആ പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് പകരം ലോസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ടത്. ആ ഗുഡ് വില്ലിൻ്റെ ഏറ്റവും അവസാനത്തെ കാൽക്കുലേഷനിൽ 4,38,000 എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ 4,38,000 എന്നല്ല, തൊട്ട് മുകളിലുള്ള അതേ സംഖ്യ തന്നെയാണ്, 4,38,600 അത് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. നമുക്ക് കിട്ടിയ ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിച്ചത് 17,54,400. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഇതാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള രീതി.